നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹലോ, തിരുവനന്തപുരം സബ് ജയിലിൽ നിന്നാ വിളിക്കുന്നേ. പേര് ധനുഷ് എന്ന് പറയും. ഞാൻ നിന്നെ വന്ന് കാണാനിരിക്കായിരുന്നു. പിന്നെ എന്തു പറ്റി? നിനക്ക് സമയം കിട്ടിയില്ലേ? ഞാൻ ഇവരോട് പറഞ്ഞു, ഇനിയും വെച്ച് താമസിപ്പിക്കാതെ വേഗം ട്രീറ്റ്മെന്റ് തുടങ്ങാൻ. എല്ലാം ഉടനെ ശരിയാവും അച്ഛൻ. അച്ഛൻ നോക്കിക്കോ, താമസിയാതെ സച്ചേട്ടനും ഏട്ടത്തിക്കും ഒരു കുഞ്ഞ് ജനിക്കും. അല്ലേ ഏട്ടാ? ഇറങ്ങട്ടെ സേതു. ആ, അവിടെ എത്തിയിട്ട് ഞാൻ വിളിക്കാം. ശരി. പോവാണ് അങ്കിളെ. പോയിട്ടോ, പോട്ടെ മോനെ, പോട്ടെ. അച്ഛാ. ടാറ്റാ. ശരി അച്ഛാ, വിളിക്കണേ. ഏത് ഭ്രാന്തും മാറ്റുന്ന ഔഷധമാ മോളെ ഇത്. നിന്റെ ഈ അവസ്ഥ മറികടക്കാൻ ഇത് നിന്നെ സഹായിക്കും. നീ റൂമിലേക്ക് ചെല്ല്, എന്നിട്ട് ആലോചിക്ക. ഇതില്ലാതെ നിന്റെ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ നിനക്കാവോ ഇല്ലയോ എന്ന്. അപ്പോഴും നിന്നെ ധനുഷിന്റെ ഓർമ്മകൾ വേട്ടയാടുന്നുണ്ടെങ്കിൽ നിനക്കിവിടെ വരാം. അനുവാദത്തിന് കാത്തു നിൽക്കാതെ നിനക്കിതെടുക്കാം.
തിരുവനന്തപുരം സബ് ജയിലിൽ നിന്നാ വിളിക്കുന്നേ. പേര് ധനുഷ് എന്ന് പറയും. ഞാൻ നിന്നെ വന്ന് കാണാനിരിക്കായിരുന്നു. പിന്നെ എന്തു പറ്റി? നിനക്ക് സമയം കിട്ടിയില്ലേ? എന്നെ ജാമ്യത്തിൽ ഇറക്കാന്ന് പറഞ്ഞ് പോയതാ നീ. അതിന്റെ യാതൊരു വിവരമില്ലാത്തതുകൊണ്ടാ ഇപ്പൊ അങ്ങോട്ട് വിളിക്കേണ്ടി വന്നത്. ജാമ്യത്തിൽ ഇറക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കള്ളം. എന്നെ ഇറക്കാൻ വേണ്ടി നീ ഒന്നും ചെയ്തിട്ടില്ല. ഒരു കാര്യം നീ ഓർത്തോണം. നിനക്ക് വേണ്ടിയാ ഞാൻ നെല്ലിശ്ശേരിയിലോട്ട് വന്നത്. അതിന്റെ ഫലമായിട്ട് ഞാനിപ്പോ ഇതിനകത്ത് കിടക്കുന്നത്. നിന്നോട് ഞാൻ പറഞ്ഞതാ എത്രയും പെട്ടെന്ന് എന്നെ ജാമ്യത്തിൽ ഇറക്കണമെന്ന്. എന്റെ ഈ ദേഷ്യം അടങ്ങുന്നതിന് മുൻപ് എനിക്ക് അർച്ചനയോട് പ്രതികാരം ചെയ്യണം. അതല്ല, റിമാൻഡ് കഴിഞ്ഞ് എന്നെ കോടതി ശിക്ഷിച്ച ആദ്യ പ്രതികാരം അർച്ചനോടാവില്ല, നിന്നോടായിരിക്കും. പതിനാല് ദിവസത്തെ എന്റെ റിമാൻഡ് കഴിയാൻ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. റിമാൻഡ് കഴിയുന്ന അന്ന് ഞാൻ വരേണ്ടത് നിന്റെ ഒപ്പം പുറത്തോട്ടായിരിക്കണം. പോലീസിന്റെ കൂടെ സെൻട്രൽ ജയിലിലേക്കാണെങ്കിൽ നീ രക്ഷപ്പെടുന്നു കരുതണ്ട. ഈ നാട്ടിലെ പുരുഷന്മാർക്ക് മാത്രമല്ല ജയിലുള്ളത്, ഓർത്തു വെച്ചോണം. നാളെ നീ എന്നെ വന്ന് കാണണം. ചിലത് പറയാനുണ്ട്. എന്താ, നീ വരില്ലേ? ഞാൻ എന്താ, വരാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ നിനക്ക്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അവന്തികേ, നീ എന്നെ വട്ടുപിടിപ്പിക്കരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.